മുറിയുടെ വാതില് വെറുതെ ചാരിയിട്ടാണോ ഇവള് കുളിക്കാൻ കയറിയത്? പാറു, മോളെ പാറു. ചേട്ടാ, പൂജാരി വന്നില്ലല്ലോ. സമയം പൂജാരി ഇപ്പൊ എത്തും. ഒരു 5 മിനിറ്റ് വരുമോ? ഇപ്പൊ വരുമെന്ന്. എല്ലാം കൃത്യമായിരിക്കണം. അച്ഛൻ വന്നു. മോനെ നഹുല, അച്ഛ മേളമൊക്കെ അങ്ങ് പോ. ചെല്ലു ചെല്ലു അവിടെ. ശരി. അച്ഛാ, എന്തായ ഒരുക്കങ്ങളൊക്കെ? കഴിഞ്ഞ മുതലാളി എല്ലാം റെഡിയാ. ആ, സദ്യോട്ടങ്ങളോ? അതെല്ലാം കഴിഞ്ഞു. നീ കലവറെ പോയി നോക്കിയായിരുന്നോ? ഞാനിപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. സദ്യ ഗംഭീരാവച്ച, അതിൽ യാതൊരു സംശയം വേണ്ട. ഗംഭീരാവണം. ഒരുപാട് VIP-കളൊക്കെ വരുന്നല്ലേ. സദ്യയെ കുറിച്ച് അവരാരും ഒരു മോശവും പറയാൻ പാടില്ല. പോകുന്നിടത്തൊക്കെ പറയണം ഇവിടുത്തെ സദ്യ കേമമായിരുന്നു എന്ന്. അത് പറയുമെന്ന് ഉറപ്പല്ലേ അച്ഛാ? ആ മോനെ, വരുന്ന വിശിഷ്ട വ്യക്തികളെ സ്വീകരിക്കാൻ നീ തന്നെ മുന്നിൽ വേണം. എടാ, തിരക്കിനിടയിൽ എനിക്ക് എല്ലാത്തിനുള്ള സമയം കിട്ടിന്ന് വരില്ല. അതൊക്കെ ഞാൻ നോക്കിയോളാം അച്ഛാ. പക്ഷെ അച്ഛന് വേണ്ടപ്പെട്ടവർ വരുമ്പോ അച്ഛൻ തന്നെ വേണം സ്വീകരിക്കാൻ. അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. എടാ മണി, ഓ, പ്രധാനപ്പെട്ട ആൾക്കാരെ നീ ശ്രദ്ധിച്ചോണം. അവർക്ക് ഒരു കുറവും വരുത്തരുത്. അത് ഞാൻ ഏറ്റവും മുതലാളി. അച്ഛാ, പാറു റെഡിയായോ? അവള് അറിയില്ല. ഞാന് സൗഭാഗ്യം ഒന്ന് വിളിച്ചു നോക്കട്ടെ. എടാ ശരി അച്ഛാ. പിന്നെ ഹലോ ഭാഗ്യേ, മോള് റെഡിയായോ? അറിയില്ല, ഞാനിപ്പോ റെഡിയായതേ ഉള്ളൂ. ആ, നീ മോളുടെ റൂമിലേക്ക് ചെന്ന് അവള് റെഡിയായോ എന്ന് നോക്ക്. ശരി. സിദ്ധു, സിദ്ധു, ഗിരിയേട്ടാ, ഇത് നോക്കിയേ, എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. താലിയും മാലയും എല്ലാം. സന്തോഷായില്ലേ ഇപ്പൊ? സിദ്ധു, സിദ്ധു എവിടെ പോയി? സിദ്ധു, സിദ്ധു, സിദ്ധു. ഡോക്ടറെ, നമ്മുടെ ഫോണ് രണ്ടും ഓഫല്ലേ? സിദ്ധു വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല. അത് ഓണാക്കിക്കോ. ആൾക്കാരധികം വരും മുമ്പ് വിവാഹം നടത്തണമെന്ന സിദ്ധു പറഞ്ഞത്. അതാ ഈ മുഹൂർത്തം തന്നെ ഫിക്സ് ചെയ്തത്. എന്നിട്ട് സിദ്ധു അവിടെ പോയി. പാറു ഒന്ന് വിളിച്ചു നോക്ക്. അയ്യോ, സിദ്ധുവിന്റെ ഫോൺ സ്വിച്ച് ഓഫാ. ഡോക്ടർ എന്തിനാ ഓഫാക്കി വെച്ചിരിക്കുന്നത്? ചിലപ്പോ ബാറ്ററി തീർന്ന് ഓഫായതായിരിക്കോ. ഇനിയിപ്പം എന്താ ചെയ്യാ? പാറു,
മുറിയുടെ വാതില് വെറുതെ ചാരിയിട്ടാണോ ഇവള് കുളിക്കാൻ കയറിയത്? പാറു, മോളെ, പാറു. ഇവളിത് എവിടെ പോയി? അമ്മേ, താല്പര്യമില്ലാത്ത ഈ വിവാഹത്തിന് നിന്ന് തരാൻ എനിക്കാവില്ല. ജീവന് തുല്യം എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്കൊപ്പം ഞാൻ പോവുകയാണ്. അയാൾ എന്നെ സംരക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഞങ്ങളെ സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കും. ഞങ്ങളെ അനുഗ്രഹിക്കണം. കല്യാണപ്പുടവയെടുത്ത് മുല്ലപ്പൂവും ചൂടി അണിഞ്ഞൊരുങ്ങി നിൽക്കണം എനിക്ക്. നേരത്തെ തന്നെ. അമ്മ പ്ലീസ് ഒന്നെടുത്തുക. പ്ലീസ് അമ്മേ. മോളെ, ഇനിയും സമയമുണ്ട്, എന്നിട്ട് പോരെ? എൻ്റെ അമ്മ, എൻ്റെ ഒരു ആഗ്രഹം ഇത്, ഒരു കൊതി. ആ വധു എത്തിയോ? ഞാൻ കാത്തിരിക്കുകയായിരുന്നു. തിരുമേനി, സിദ്ധാർത്ഥ എവിടെയാ? എത്തിയിട്ടില്ല, ഇപ്പൊ വരും. ഉടനെ എത്തിക്കൊള്ളാന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. എന്നോട് 4 മണിക്ക് തന്നെ വരാമെന്ന് പറഞ്ഞതാ. ഞാൻ കൃത്യം ആ നേരത്ത് തന്നെ ഇവിടെ എത്തി കല്യാണത്തിന് വേണ്ട ഒരുക്കങ്ങളെല്ലാം ചെയ്തു വെച്ചു.